ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെമ്മീൻ ചോറാണ്. അത് ഉണ്ടാക്കുന്നത് സാധാ ചെമ്മീൻ വെച്ചിട്ടല്ല, കാരച്ചെമ്മീൻ അല്ലെങ്കിൽ ടൈഗർ പ്രോൺസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കാരച്ചെമ്മീൻ. ഇതിനി കിള്ളി നീറ്റാക്കി വെള്ളമൊക്കെ കളഞ്ഞത് ഇതുപോലെ എടുക്കുക. നീറ്റാക്കിയ ശേഷം സെൻറ്റർ ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ നടുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും, അതൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം മാറ്റി വെക്കുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുക. അതിന് പച്ചക്കുരുമുളക്, ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റിന് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ പച്ചക്കുരുമുളക്. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചൊറുക്കയും കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ച മസാല ശേഷം നമ്മൾ നീറ്റാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതൊരു 30 മിനിറ്റോളം മാറ്റി വയ്ക്കാം, മാരിനേറ്റ് ചെയ്ത മസാല. അതിന് ശേഷം ഒരു പാൻ എടുത്ത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലിട്ട് പ്രോൺസ് വറക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഇത് ഭയങ്കര സ്ലോലി ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് വേവുള്ളൊരു ഇതാണ്. സാധാരണ പ്രോൺസിനെ അപേക്ഷിച്ച് വലുതായതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടാകും. അപ്പോൾ മൂടി വെച്ച് വേവിച്ച ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി, ഒരു വലിയ സവാള, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ജസ്റ്റ് വഴറ്റിയ ശേഷം ഇതും ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആ തക്കാളിയിലെയും സവാളയിലൊക്കെ വെള്ളം നന്നായിട്ട് ചെമ്മീറ്റിലോട്ട് കഴിഞ്ഞ് ആ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ വരാനായിട്ട് സഹായിക്കും. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച ശേഷം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് സ്ലോലി കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ഫ്ലേവറൊക്കെ കളയാതെ അടച്ച് സൂക്ഷിച്ച് മാറ്റി വെക്കാം. നമുക്കിനി റൈസ് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഒരു ഗ്ലാസ് കൈമ റൈസാണ് എടുത്തേക്കണം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ സെയിം പാൻ തന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയ സെയിം പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ സ്പൈസസ്, ഒരു ചെറിയ ഗ്രാമ്പൂൻ്റെ പീസ്, കറുകപ്പട്ട, ഏലക്കായ, ബേ ലീവ്സ് എല്ലാം ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ വന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ്സോളം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് നെയ്യിൽ അരി പൊടിഞ്ഞു പോകാതിരിക്കാനും നല്ലൊരു ഫ്ലേവർ വരാനൊക്കെ ഈ സ്റ്റെപ്പ് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം ഞാൻ 1 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ഇട്ട ശേഷം അടച്ചു വെച്ച് ഒരു 7 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ അരി നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഉണ്ടാവും, അധികം ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല, എല്ലാം നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ മസാല, ടൈഗർ പ്രോൺസിൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റായിരുന്നു. വീട്ടിലെല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാമോ? സൂപ്പറാണോ? കൊള്ളാമോ? ആ, സൂപ്പറാണോ? ഇഷ്ടമായോ?
അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മീ.